ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ആ ബിരിയാണിക്ക് ഞാനിട്ട പേരാണ് കടൽക്കൂട്ട് ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഞണ്ട്, ചെമ്മീൻ, കൂന്തൽ. ഓക്കെ, ഈ 3 ഐറ്റംസ് കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഞാൻ അല്പം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സാധാരണ നമ്മൾ മസാലയ്ക്ക് ചെയ്യുന്ന പോലെ സ്പൈസസ് ആദ്യം ഇട്ടു, അതിനുശേഷം സവോള ഇട്ടു, നമ്മളിതൊന്ന് അടച്ചു വെച്ചു. ഓക്കെ, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു അല്പസമയം കൂടി അടച്ചു വെച്ചു. റെഡി, സാധനം നല്ല ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, തക്കാളി എന്നിവ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഓക്കെ, വീണ്ടും ഒരു അല്പം നേരം അടച്ചു വെച്ചു കേട്ടോ. അപ്പം തുറന്നതിന് ശേഷം നമുക്കിനി ഓരോ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഞാനൊരു സ്പെഷ്യൽ ഒരു ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊരു അഡീഷണൽ ഗരം മസാലയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ഞണ്ട്, ഇതിനാണല്ലോ കുറച്ച് വേവ് കൂടുതൽ വേണ്ടത്, അത് അടച്ചു വെച്ചു. അപ്പോൾ ഏകദേശം ഈ ഒരു ഒരു പരുവത്തിലായി വന്നപ്പോൾ ഇതിലേക്ക് കൂന്തളും മറ്റ് രണ്ടാമത്തെ സാധനമായ ചെമ്മീനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കൊഞ്ച് നല്ല അത്യാവശ്യം വലുപ്പമുള്ള സാധനം തന്നെയാണ്. ഏകദേശം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഇട്ടു, വെള്ളം തിളപ്പിക്കുകയാണ്. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ജീരകശാല അരി. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2.5 കപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിൻ്റെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാനൊരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം ഈ ഒരു അരിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ബെസ്റ്റ് അരിയാണ്. നല്ല കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ഒട്ടലൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടി നമ്മളിത് സെറ്റാക്കി വെക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകാം. അങ്ങനെ വീണ്ടും നമ്മൾ പാത്രത്തിലേക്ക് ഇതൊഴിക്കുന്നു. നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ച നമ്മളെ മസാല ഉണ്ടല്ലോ, ഇതുണ്ടോ, അധികം ഗ്രേവി ഒന്നുമില്ല. ഇത് ഈ ഒരു മസാല സെറ്റ്, ഇതിൽ ഞണ്ട്, അതുപോലെ കൂന്തൾ, അതുപോലെ ചെമ്മീൻ. അപ്പോൾ ഇത്രയും സാധനത്തിലേക്ക് നമ്മൾ ഈ റൈസ് സെറ്റ് ചെയ്യുന്നു. റൈസ് ഇപ്പോൾ ഏകദേശം ഒരു 80% സെറ്റായിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് മെല്ലെ നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് പുതിന, മല്ലിച്ചപ്പ്, ഇത്ര സാധനം മാത്രമേ ഇതിൽ വേണ്ടൂ കേട്ടോ. അപ്പോൾ സംഭവം ഓൾമോസ്റ്റ് ഈ ഒരു ഫൈനലി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. സാധനം ഒരു രക്ഷയില്ല ഗൈസ്. ഞാനിത് ട്രൈ ചെയ്തപ്പം ഇത്ര ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഇത് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്നാമത് ഈ സീ ഫുഡ് ഫ്ലേവർ കറക്റ്റ് ആ റൈസിലേക്ക് വന്ന കാരണം ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ